മമ്മി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മമ്മിയുടെ ചിരിച്ച ഫേസ് അങ്ങനെ കണ്ടിരിക്കുകയാണ്. വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പൊ നമ്മുടെ മമ്മിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മി ഒരു ദിവസം കുളിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ ഞരമ്പിന് ഒരു മസിൽ ക്യാച്ച് പോലെ ഉണ്ടായിട്ട് ഭയങ്കര പെയിൻ വന്നു. ഹോസ്പിറ്റലിൽ നിലവിളി ശബ്ദമൊക്കെ ഇട്ടുകൊണ്ട് മമ്മീനെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുറയുന്നില്ല, രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കുറയുന്നില്ല, മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കുറയുന്നില്ല. അന്നേരത്തേക്ക് എല്ലാവരും ഒന്ന് പേടിച്ചു, മമ്മിയും പേടിച്ചു. മോനെ ഞാൻ ദൈപ്പം അങ്ങ് പോകുന്ന ഒരു രീതിയിൽ മമ്മി അങ്ങ് പേടിച്ച് വരേണ്ടി പോയിട്ട്, നമ്മളും പേടിച്ച് വരേണ്ടതായിരുന്നു. എന്നിട്ട് അവിടെ അഡ്മിറ്റ് ആക്കി ഒരു 3 ദിവസം അവിടെയൊക്കെ കിടന്ന് 10-22,000 രൂപ ബില്ലും വന്നു. അത് കഴിഞ്ഞിട്ട് മമ്മീനെ വീട്ടിൽ പറഞ്ഞു വിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക, ഞരമ്പ് നട്ടലിൻ്റെ ഇടയിൽ കയറിയതാണ്, പ്രശ്നമാണ്, നമുക്ക് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മമ്മീനെ പേടിപ്പിച്ച് വിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ഡോക്ടർ ലൂയിസ്, കൊച്ചിയിലുള്ളതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നോ മന്ത്രങ്ങളോ യാതൊന്നുമില്ല. ഡോക്ടർ പറയുന്ന മാതിരി കേൾക്കണം. മമ്മിയുടെ ഒറ്റ ചോദ്യം ചോദിച്ചു, മമ്മി കേൾക്കാൻ റെഡിയാണോ, പോയേക്കാന്ന് പറഞ്ഞു. നേരെ കൊച്ചിക്ക് പോയി. എന്നിട്ടാണ് മമ്മിയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിച്ചില്ല. മമ്മി എന്താ പറ്റി, നടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, എനിക്ക് നടുവിന് ഇങ്ങനെ പ്രശ്നം വന്നു, വേദന വന്നെന്ന് പറഞ്ഞു. കാല് വേദന വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ അനക്കത്തില്ല എന്ന് പറഞ്ഞു. മമ്മിനെ കട്ടിലേക്ക് കിടത്തി കാലൊക്കെ പൊക്കാൻ പറഞ്ഞു. മമ്മി കാല് പൊക്കി. വേദന ഉണ്ടോയെന്ന് ചോദിച്ചു, വേദനയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞരമ്പിന്റെ പ്രശ്നമല്ല. പിന്നെ എനിക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ കാണിച്ചു തന്നു. അതെ, അപ്പൊ അതുപോലെ എന്നെ കണ്ട് അവിടെ വെച്ച് തന്നെ ചെയ്യിപ്പിച്ചു. ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ചെറിയ വേദന കുറവ്. ഡോക്ടർ നോക്കിയപ്പോ മമ്മിയുടെ ബാക്കിൽ പല മസിൽസുകളും ടൈറ്റ് ആയിട്ടിരിക്കുവാണ്. അപ്പൊ ആ ടൈറ്റ് ആയിട്ട് ഇരുന്നതിന്റെ പെയിനുകളായിരുന്നു. ആ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള 1-2 എക്സസൈസുകൾ അവിടെ തന്നെ ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും മമ്മി ഓക്കെ ആയി. എനിക്ക് എന്തോ ഒരു കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടുന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ഈ മസിലൊന്ന് റിലാക്സ് ചെയ്യാനുള്ള എക്സസൈസ് രാവിലെ ഉച്ചയും വൈകിട്ടൊന്ന് ചെയ്യുക. അത് കഴിഞ്ഞ് മമ്മിയുടെ നട്ടലിന് ചെറിയൊരു വളവുണ്ട്. മമ്മിയുടെ ഈ ചക്കയും മാങ്ങയും പഴത്തിൻ്റെ ഒക്കെ പ്രേമം കൂടി അതെല്ലാം കഴിച്ച് ഒരാൾക്ക് പോലും വെറുതെ വിടാണ്ട് ഈ പറമ്പിലുണ്ടാകുന്ന പ്ലാവിലെ ചക്ക മൊത്തം മമ്മിക്ക് തിന്നാനുള്ളതെന്നുള്ള ധാരണയിൽ തിന്നുകൊണ്ടിരുന്ന മമ്മിയോട് ഡോക്ടർ പറഞ്ഞു, ആടിനെ വളർക്കാൻ, പശുവിനെ വളർക്കാൻ, കോഴീനെ വളർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിന്ന് തീർക്കണ്ട, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക. അതുപോലെ നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത്, മമ്മിക്ക് 70 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉണ്ടെങ്കിൽ 70 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഇൻടേക്ക് വേണം. അപ്പോൾ രാവിലെ ഒരു 2-3 മുട്ട കഴിക്കണം, ഇറച്ചി മീൻ കഴിക്കണം, ചോറിൻ്റെ അളവ് കുറയ്ക്കണം, ഒരു 500 ഗ്രാം പച്ചക്കറിയൊക്കെ കഴിക്കണം എന്ന് മമ്മിയോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മമ്മിയുടെ ആടിനെ വളർത്താൻ പറഞ്ഞ കാര്യം, ആടിനെ മമ്മി ഓർഡർ ചെയ്തോ? അപ്പോൾ ഇതെല്ലാം അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ശരീരത്തിന് വേണ്ട സാധനങ്ങൾ പ്രോട്ടീൻ വേണം നമ്മുടെ ബോഡിയിൽ റിപ്പയറിങ് വർക്കുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറഞ്ഞു വിട്ടു. അതിന് മമ്മിയോടും എന്നോടൊരു ഉപദേശം, മമ്മിക്ക് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും നോൺ വെജ് കഴിക്കുക, എനിക്കിപ്പോൾ കൊളസ്ട്രോൾ എല്ലാം വന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന മമ്മിക്കാണ് ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ഭക്ഷണം ഒന്ന് മാറ്റുക, പിന്നെ വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ അടുക്കളപ്പണി മമ്മി ചെയ്യുന്നുണ്ട്, മമ്മിയുടെ കൈയും കാലൊക്കെ മസിൽസ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പുറത്തെ മസിൽസിനൊന്നും പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ വീക്കായി പോകും. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സസൈസുകൾ ഒരാഴ്ച ഈ മസിൽ ടൈറ്റ് ആയിരിക്കുന്നത് ഫ്രീ ആയിട്ട്, ഒരാഴ്ച കഴിയുമ്പം ബാക്കിലത്തെ മമ്മിയുടെ ഇതൊക്കെ ഒന്ന് സ്ട്രെങ്ത് ചെയ്യാനുള്ള എക്സസൈസ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു എക്സസൈസ് വയർ കുറയാനുള്ള എക്സസൈസ് അല്ല, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഭക്ഷണം, ഈ ഓവറായിട്ട് കഴിക്കുന്ന പഴങ്ങൾ, അത് ഭക്ഷണം കൺട്രോൾ ചെയ്യുക. അത്യാവശ്യം നോൺ വെജും കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുക, വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി നല്ല അടിപൊളിയൊരു ഡിസൈനാണ്. നമ്മൾ വർക്കൗട്ട്, നമ്മളെ ശരീരം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വർക്ക് ചെയ്യാണ്ട് മമ്മി ഇങ്ങനെ ഒരാഴ്ച കടന്നപ്പോൾ തന്നെ മമ്മിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും ചോദിച്ചില്ല മമ്മിക്ക് എന്നാ പറ്റിയെന്ന്. ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് ഒരാഴ്ച ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. മമ്മി ഒരാഴ്ച ഇങ്ങനെ ശവം പോലെ കിടന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മമ്മിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഓരോ ദിവസം കാണുമ്പോൾ പേടിയായി തുടങ്ങി. ഇപ്പം മമ്മി വീണ്ടും ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. 4 ദിവസം ആയതേ ഉള്ളൂ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട്. എക്സസൈസ് ചെയ്യുന്നുണ്ട് ദിവസം 3 നേരം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും ഇല്ല എന്നുള്ളതാണ്. മരുന്നും കഴിക്കണില്ല, ഒരു മരുന്നും ഇല്ല. ബെൽറ്റ് ഇടണ്ട, കിടക്കണ്ടെന്നാ പറഞ്ഞേ. വെയിറ്റ് ഇട്ട് കിടക്കണ്ട, ബെൽറ്റും ഇല്ല. ബെൽറ്റ് വേണ്ട, ചുമ്മാതെ അങ്ങനെ ചെയ്യുമ്പോൾ കിടക്കണ്ടെന്നാ പറഞ്ഞേ. ചുമ്മാ വീട്ടിൽ കിട പറ്റുന്ന പണിയൊക്കെ ചെയ്ത് നടക്കുക. 3 ദിവസം 10-22,000 രൂപ ഹോസ്പിറ്റലും കൊടുത്ത് ബെൽറ്റും വെയിറ്റും ആയിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കിടന്ന് മമ്മിയുടെ ആരോഗ്യം വീക്കായതല്ലാണ്ട് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലായിരുന്നു. ഇപ്പൊ മമ്മിയുടെ അവസ്ഥ നോക്കി, ഭക്ഷണം കഴിക്കുന്നു, അത്യാവശ്യം മമ്മിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറാവുന്നു. അപ്പോ ഞാൻ അടുക്കളയിലൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം, വലിയ വെയിറ്റ് പണിയല്ല എന്നാലേ. ഇപ്പൊ മമ്മിയുടെ മസിൽസ് ടൈറ്റ് ആയ മസിൽസ് ഒക്കെ ഒന്ന് ഫ്രീ ആവുന്നതനുസരിച്ച് മമ്മി ആക്റ്റീവായി വന്നോണ്ടിരിക്കും. മമ്മിയുടെ മുഖം കാണുമ്പോഴെല്ലാം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ മരുന്ന് വേണ്ട, മന്ത്രം വേണ്ട, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി കാണുക. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കുക, മരുന്ന് തരില്ല. മരുന്നിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, മരുന്ന് തരത്തില്ല. ഡോക്ടർ പറയുന്ന രീതിയിലുള്ള എക്സസൈസും എക്സസൈസിലൂടെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും പുള്ളി പറഞ്ഞു തരുള്ളൂ. അപ്പോൾ മനസ്സിൽ പ്രത്യേകം വെച്ചോളൂ, മരുന്നുണ്ടാവില്ല, മന്ത്രം ഉണ്ടാവില്ല. ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയിക്കോളൂ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ. പഴം, ചക്കപ്പഴം, മാങ്ങപ്പഴം തീറ്റ കുറച്ചോ? ഡോക്ടർ പറഞ്ഞ എക്സസൈസ് മമ്മി തുടങ്ങി. എക്സസൈസ് തുടങ്ങി, പക്ഷെ ചക്ക തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ ഒരു ദിവസം ചക്ക വിഴുങ്ങി. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയും, മമ്മി പറഞ്ഞ കാര്യം ഞാൻ ഡോക്ടറോട് പറയും. ഡോക്ടർ അങ്ങനെ പലതും പറയാ, എല്ലാം അങ്ങനെ ശരിയാണെന്നുണ്ടോ എന്ന് മമ്മി പറഞ്ഞതല്ലേ മമ്മി? അത് പഴത്തിന്റെ കേസ് വന്ന മമ്മി എന്നോട് പറഞ്ഞതാ. 1-2 ആണോ മമ്മി തിന്നാറ്? അപ്പൊ ആവശ്യത്തിന് കഴിക്കുക കേട്ടോ. ഇനി ഞാൻ വടിയെടുക്കും. അമ്മയ്ക്കും കൊച്ചിനും വേണ്ടിട്ട് ഒരു വടി വീട്ടിൽ. അപ്പം എനിക്ക് ഒരു ഉന്മേഷം ആരോഗ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ 4 ദിവസം ആയതേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായിട്ട് മാറിയില്ല, എന്നാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നല്ല ഇങ്ങനെ നടക്കൊന്നുമില്ലായിരുന്നു. ഒരു ഉപദേശം കൂടെ തരട്ടെ, നമ്മൾ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഇത്രയും പൈസയും കെട്ടിവെച്ചിട്ട് മമ്മിക്കൊരു ആശ്വാസം വന്നില്ല. അപ്പൊ തന്നെ മമ്മി ഓർത്തു, എക്സസൈസ് ചെയ്തില്ല, പൈസ കൊണ്ടല്ല, നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചെന്നപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു, ഒരു കീ ഹോളും വേണ്ട, ഒരു ഓപ്പറേഷനും ഒന്നും വേണ്ട, ഒരു ഇഞ്ചക്ഷനും ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് മാറ്റാന്ന് പറയുന്നത്. എനിക്ക് ആദ്യം അത്ര തോന്നിയില്ല കേട്ടോ. ഞാൻ എക്സസൈസ് കൊണ്ടൊക്കെ അത് മാറുമോ, ഇത്രയും വേദന പിടിച്ചിരിക്കണം ഞാൻ എങ്ങനെയാണെന്നല്ല. പക്ഷെ അവിടെ വെച്ച് ചെയ്യിപ്പിച്ചപ്പോ തന്നെ എനിക്കൊരു ആശ്വാസം തോന്നി. നമ്മൾ വണ്ടി പോയത് ഓർക്കണ്ടോ? വണ്ടി പോകുമ്പോ ബെൽറ്റ് ഇട്ടുകൊണ്ട് പോകണോ, കുലുങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാവോ? കട്ടറുള്ള വഴിയല്ലേ, മൂവാറ്റുപുഴയൊക്കെ മൊത്തം റോഡ് പണി നടക്കുമല്ലേ. പമ്മി അവിടെ ചെന്നു. തിരിച്ചു ചെന്നപ്പോഴത്തേക്കും പിന്നെ എന്നാ കഴിച്ചെന്ന് പറയണോ? ഇതിന്റെ ആശ്വാസം വന്നപ്പോഴത്തേക്കും അതെ, തൊട്ടടുത്തൊരു കഫേ കയറി ഒരു കേക്കും ഞാൻ കുറച്ച് കേട്ടോ, മധുരമൊക്കെ കുറച്ച് എല്ലാം ഇനിയൊന്ന് ഓർഡറായി വന്നിട്ട് 60-61 വർഷം അടിച്ചു പൊളിച്ച് കഴിച്ചു. ഇഷ്ടമുള്ള സാധനം ഇനിയും അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കണം എന്നാണ് പറയണം. മധുരം കുറയ്ക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം, പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കുറെ വ്യായാമങ്ങളും എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യണം. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊതിയും മതിയും മാറും. അപ്പം നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചോളുക. അപ്പം ഞാൻ ഒത്തിരി ഉപദേശമില്ല. അപ്പോൾ ബാക്കിയുള്ള വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.